ഹായ്, കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അതിൽ ഇൻപുട്ട് യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഹാർഡ്വെയർ ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ച് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും പ്രിൻ്ററും പോലെയുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ഏകദേശം ഒരു ധാരണയായി അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി. അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത പാർട്ടായ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഫ്റ്റ്വെയറുകളിലൂടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ ചെയ്തെടുത്ത് നമ്മുടെ ജോലിയെ കൂടുതൽ വേഗതയിൽ തീർക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയറുകൾ രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കപ്പെടുന്നുണ്ട്. ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകളെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിലുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലുമാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെഷീനെ പ്രവർത്തന സജ്ജമാക്കി നമ്മൾക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോലി ചെയ്യുന്നതിനാവശ്യമായ പ്രോഗ്രാമുകളുടെ ഒരു പ്രവർത്തനത്തിന് പശ്ചാത്തലമൊരുക്കുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് രണ്ടിനെക്കുറിച്ചും അറിയണം. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ ഇത് രണ്ടിനെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. ആ രണ്ട് പ്രോഗ്രാമുകളിലൂടെ ആയിരിക്കാം, ആ രണ്ട് ടൈപ്പിലുള്ള സോഫ്റ്റ്വെയറുകളിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മറ്റേത് നമ്മൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ പ്രവൃത്തി ചെയ്യാൻ സഹായിക്കപ്പെടുന്ന എന്ത് പ്രവർത്തനമാണോ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിലൂടെ ചെയ്യേണ്ടത് ആ പ്രവർത്തനം ചെയ്യാൻ സഹായിക്കപ്പെടുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു ഗ്രൂപ്പായ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ പെരിഫറൽസ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റുകളെ അല്ലെങ്കിൽ എല്ലാ ഹാർഡ്വെയറുകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ട് തയ്യാറാക്കി തരികയോ അല്ലെങ്കിൽ ഇൻപുട്ട് സ്വീകരിച്ചിട്ട് അത് പ്രവർത്തന സജ്ജമാക്കപ്പെടുന്നതും ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്നറിയപ്പെടുന്ന അതിനകത്ത് ആൾറെഡി കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം കമാൻഡുകളുടെ ഒരു ഗ്രൂപ്പാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്ത് തരുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തിലൂടെ ആയിരിക്കും. ഇൻപുട്ട് യൂണിറ്റുകളെല്ലാം പ്രവർത്തനമാണോ എന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്പ്ലേ യൂണിറ്റ് പ്രവർത്തന സജ്ജമാണോ, അതിനാവശ്യമായി നമ്മൾക്ക് വേണ്ടുന്ന സ്ക്രീനെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് ആൾറെഡി നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പം നമുക്ക് കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് അവരതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾക്ക് ഏതാണോ വേണ്ടുന്നത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ വിഭാഗത്തിലാണ് പലതരത്തിലുള്ള യൂട്ടിലിറ്റീസ് ഉണ്ടാവാം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പലതരത്തിലുള്ള പെരിഫറൽസിൻ്റെ പ്രവർത്തനങ്ങളെ ചെക്ക് ചെയ്യുക, ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യാൻ സഹായിക്കുക, കമ്പ്യൂട്ടറുകളിൽ വൈറസ് പോലെയുള്ളവ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിവൈറസുകൾ, അങ്ങനെയൊക്കെ ഉള്ളവയെല്ലാം നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഉള്ള സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന വിഭാഗം കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കപ്പെടുന്നതോടൊപ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വിൻഡോസ് എന്നറിയപ്പെടുന്ന സംഗതി. വിൻഡോസ് എന്ന് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്ക്രീനിൽ എഴുതി വരുന്നുണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പേരാണ്. വിൻഡോസ് എന്ന് പറയുന്നത് അവർ നിർമ്മിക്കപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.
അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊരു കമ്പ്യൂട്ടറിലും വളരെ ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലാക്കി തരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്. നമ്മുടെ വിൻഡോസിന് പല പതിപ്പുകൾ മാർക്കറ്റിലുണ്ട്. ചില കമ്പ്യൂട്ടറുകൾ നമ്മൾ തുറക്കുമ്പോൾ വിൻഡോസ് SP എന്നോ വിൻഡോസ് 10 എന്നോ വിൻഡോസ് 11 എന്നോ ഇങ്ങനെയുള്ള ഒരു നമ്പറോട് കൂടിയായിരിക്കും ഓപ്പണായി വരുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഓരോ വർഷവും പുതുക്കിയ പതിപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആവാം. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് വളരെ കൂടുതൽ ഈസി ആക്കാനും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെങ്കിൽ വിൻഡോസിൻ്റെ പല പതിപ്പുകൾ മാർക്കറ്റിൽ അവർ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യപ്പെടുന്ന വിൻഡോസിൻ്റെ പതിപ്പ് വിൻഡോസ് 11 ആണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. അത് കാലാകാലങ്ങളിൽ അവർ പരിഷ്കരിച്ച് പുതിയ പതിപ്പുകൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾക്ക് ഏതാണോ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് വിൻഡോസ് ആണോ അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം അതിലൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇത് മാത്രമല്ല, അതേപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റനവധി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ മൊബൈൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ആളാണ്. ആ മൊബൈലിനകത്ത് തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ആൻഡ്രോയിഡ്. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആ മൊബൈലിനകത്ത് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. മിക്കവാറുമുള്ള എല്ലാ മൊബൈലുകളിലും ഉപയോഗിക്കപ്പെടുന്ന ആൻഡ്രോയിഡ്, അതായത് മൊബൈലുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മിക്കവാറുമുള്ള എല്ലാ മൊബൈലുകളിലും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡിൻ്റെ പലതരത്തിലുള്ള വെർഷനുകൾ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം യൂണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവാം. ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ് എന്ന് പറയുന്നത്, MS DOS. അതേപോലെ തന്നെ ഉള്ളതാണ് MacOS. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി മാർക്കറ്റിൽ ഇറക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. അവർക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്, സോളാരിസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് ഉപയോഗിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്കതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്ത വിഭാഗത്തിലുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ ചെയ്യേണ്ട വർക്ക്, ചിലപ്പോൾ ഒരു പക്ഷേ പടം വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ അക്കൗണ്ട്സ് കാര്യങ്ങൾ തയ്യാറാക്കുകയായിരിക്കാം. അങ്ങനെയുള്ളവ തയ്യാറാക്കാൻ സഹായിക്കപ്പെടുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളെയും നമുക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുടെ വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും മൈക്രോസോഫ്റ്റ് ഓഫീസ്. അത് ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകളുടെ ഒരു പാക്കറ്റാണ്. അതിനകത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് ആവശ്യമായ പേജ് മേക്കറോ കോറൽഡ്രോയോ ആട്ടോകാഡ് പോലെയുള്ളതോ ടാലി പോലെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളോ പീച്ച് ട്രീ, അങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട സൂട്ടബിളിനേക്കാൾ ഉപരി നമ്മൾക്ക് ചെയ്യേണ്ട ടാസ്ക് എന്താണോ ആ ടാസ്കുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മളതിനെ ഉപയോഗിക്കുക. ഇപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും ഒരു ഡിഫറൻസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. കറക്റ്റായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്ന കാര്യം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ചെയ്യുന്നത് എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ.